നമ്മൾ മസനഗുഡി പോകുന്ന വഴി ഇടയ്ക്ക് വെച്ച് ഒരു കഫേ കോഫി ഡേ കണ്ട് നിർത്തി കുറച്ചേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങ് പോകാന്നുള്ള പ്ലാനാണ്. അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അവസാനം ഓൾമോസ്റ്റ് 1 മണിക്കൂറായി. ഇപ്പോൾ സമയം 2:30 ഇനി നമ്മൾ ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ നിന്ന് 2 മണിക്കൂറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളെ റിസോർട്ട് വരെ 63 കിലോമീറ്റേഴ്സ്. എസ്റ്റിമേറ്റ് അറൈവൽ കിടക്കുന്നത് 4:30 ഇനി ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മാവഹല്ല, എന്തോ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. അവിടെ ഒരു ബോർഡുണ്ട്, മാവനല്ല മാവഹല്ല അങ്ങനെ എന്തോ പേര്. ഏത് മാവല വില്ല, MAVANALL, മാവനല്ല. ഓക്കെ, ഇനി അടുത്ത സ്ഥലം മസനഗുഡി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സ്, അത് കണ്ണൂരിൽ നിന്ന് തന്നെ റൈഡേഴ്സാണ്. നമ്മളൊക്കെ അവരായിട്ടങ്ങ് പരിചയം. ഇതാണ് റൈഡേഴ്സിൻ്റെ ഒരു ഫാമിലി ഒരു ക്ലബ് എന്ന് പറയുന്നത്. അവിടെ പെട്ടെന്ന് സിങ്കായി. അവർ കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവർ ഊട്ടിയിലോട്ടാണ്. അവർ ഡയറക്റ്റ് ഊട്ടിയിലോട്ടങ്ങ് പോവാണ്. നമ്മൾ വയനാടിൻ്റെ അവിടെ നിന്ന് ഊട്ടിയിലോട്ട് പോകുന്നു. അതൊരു വലിയ ചാട്ടമായിരുന്നു. റോഡ് അടിപൊളി, പക്ഷെ അതിന് കുറേ ബമ്പുണ്ട്. കുറച്ച് ദൂരം പോകുമ്പോൾ ബമ്പാണ്. ഈ റോഡ് നോക്ക് നിങ്ങൾ. ഇവിടെ നിന്ന് ഹൈ റേഞ്ച് കയറി തുടങ്ങുകയാണ് നമ്മൾ. ഭയങ്കര നാരോ റൂട്ട്സാണ് കേട്ടോ ഇങ്ങോട്ട്.
സഡൻ ഇൻക്ലിനേഷൻ ഇങ്ങോട്ട്. നോക്കി മാപ്പ് കാണാൻ പറ്റുന്നു കേട്ടോ. ഫുൾ കുടൽ ചുറ്റി കിടക്കണ പോലെ ഉണ്ട്.
കാസർഗോഡ് വഴി ഊട്ടി വന്ന് കയറുമ്പോഴേക്ക് മൊത്തം 36 ഹെയർ പിൻ കയറാറുണ്ട് ഇവിടെ. അതാണ് അവിടുത്തെ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന. അപ്പോൾ ഇതാണ് ഊട്ടി. നമ്മളുടെ റൂം വരെ ഇനിയും 38 കിലോമീറ്റർ, അതിന് ഇനിയും 1 hour കാണിക്കുവാണ്. നേരത്തെ ഗൂഗിൾ മാപ്പ് 4:30 എത്തുന്ന കാണിച്ചു, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് 4:09 വരെ എത്തി. ഇവിടെ നിന്ന് 31 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1 hour ആണ് ഇനിയും കാണിക്കുന്നത് നമുക്ക് നമ്മുടെ റിസോർട്ട് വരെ. ഏത് കാറ് ടെസ്റ്റിംഗ്? ഇത് എനിക്കൊന്ന് പുതിയ ടാറ്റയുടെ സെയറാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എൻ്റെ ആ ലുക്ക്, ആ ഒരു ബോഡി കണ്ടിട്ട് എനിക്ക് അതാ ഫീൽ ചെയ്തത്. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. Wow. അങ്ങോട്ടേക്ക് അടിപൊളി വ്യൂ ആണ്. ഒരു മണിക്കാണ് നമ്മൾ വാസ്തവത്തിൽ അസിസ്റ്റ്മെൻറ്റ് എത്തേണ്ടത്, 1 മണി 1:30. പിന്നെ നമ്മൾ ഒരുപാട് ബ്രേക്ക് എടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ബ്രേക്ക്സ് എടുത്തെടുത്താണ് നമ്മൾ വന്നത്. ഇതാണ് ഇത്ര ഡിലേ ആയത്. ഇങ്ങനെ സാരമില്ല, നമ്മൾ ബ്രേക്ക് എടുത്ത് എൻജോയ് ചെയ്താണ്. നമ്മൾ ധൃതിപ്പെട്ട് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ എത്തിയിട്ട് കോടനാട് വ്യൂ പോയിൻ്റ് എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ മിക്കവാറും ആ ഒരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. വേറെ നാളായിരിക്കും ഫുൾ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പതുക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തെടുത്ത് അങ്ങ് പോകാണ്. എൻജോയ്മെൻറ്റ്, അത് നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഓടിപ്പടിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു പരിപാടിയില്ല. ഈ പറഞ്ഞ വ്യൂ പോയിന്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഓടിപ്പടിച്ച് പോയാൽ നമ്മൾ പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് കാര്യം അങ്ങ് വിട്ടുപോകും.
നമ്മുടെ റിസോർട്ട് വരെ ഇനി 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 11 മിനിറ്റ് എടുക്കുമെന്നാണ്. 5 കിലോമീറ്റർ 11 മിനിറ്റ്. എൻ്റെ ചെവി ഇപ്പോഴാണ് തുറന്നത്. ഇത്ര നേരം ചെവി അടഞ്ഞിരിക്കുമായിരുന്നു. ദിവസം ടോട്ടൽ ഇപ്പോൾ 162 കിലോമീറ്റേഴ്സാണ് ഓടിയത്. എൻ്റെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ 31 കിലോമീറ്റർ പെർ ലിറ്ററാണ്. അതെങ്ങനെ വരും? കാര്യം ആദ്യമൊക്കെ ഇത്തിരി നല്ല കിട്ടി. എനിക്ക് 38 വരെയും കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോഴേക്കും എല്ലാം മുടങ്ങി. കാര്യം അത്രയും കൈവിടുത്താണ് കയറിയത്. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത ടൗണിൽ നിന്ന് ഒരു ഇത്തിരി ദൂരത്തേക്കാണ്. ഇത് കൊള്ളാമല്ലേ, അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ട്. നമ്മുടെ റിസോർട്ടാണ് അങ്ങോട്ട്, പക്ഷേ ഇവിടുത്തെ വ്യൂ അടിപൊളി. കൊള്ളാം. ഇങ്ങോട്ട് പോകുന്ന റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് നോക്കാം. ചെക്കിനാണ് ചെക്കിൻ ഭരത് ചന്ദ്ര. ആ, പാർക്കിംഗ് മേലെ പോകും. പെട്രോൾ ഉണ്ടോ? 3 വട്ടം പോയോ? എൻ്റെ 3 വട്ടം പോയി. എൻ്റെ കറക്റ്റ് ഹാഫ് ടാങ്ക് നിൽക്കുക. വീണ്ടും ബൈക്ക് ഇവിടെ വെച്ച്, ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. അവിടെ തൽക്കാലം ബൈക്കിങ് വെച്ച് ഇനി ഇതൊന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ലൊക്കേഷൻ അടിപൊളിയാണ്. പക്ഷേ വല്ലാണ്ടങ്ങ് ഉള്ളിലായിപ്പോയി നമ്മൾ. ഞാൻ നമ്മുടെ റൂം, കുഴപ്പമില്ലാത്ത വാഷ്റൂം. നേരെ ബാൽക്കണി നോക്കട്ടെ. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് നല്ലൊരു വ്യൂ ബാൽക്കണിയിൽ നിന്ന്. ഇപ്പം സമയം 5:45. നമ്മളിപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുവാണ്. അടുത്ത പ്രാവശ്യം ഇവിടെ ഒരു കഫേയിലോട്ട് ഇറങ്ങുന്നതാണ്. കാര്യം ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര. ഒരു പൊറോട്ടയ്ക്ക് 35 രൂപയല്ലേ? 35-40 രൂപയാണ് ഒരു പൊറോട്ട. ഇവിടുത്തെ ഫുഡൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയ കഫേ ഇവിടെ നിന്ന് 17 കിലോമീറ്ററാണ്. 38 മിനിറ്റ് എടുക്കുമെന്നാണ് കാണിക്കുന്നത് ആസ് പെർ ഗൂഗിൾ. ഇവിടെയും ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പക്ഷേ റൂം ഒരു കുട്ടി റൂമായിപ്പോയി, ചെറിയ റൂമായിപ്പോയി. നമ്മുടെ ധനുഷ്കോടി അത്രയും ചെറുതല്ല, പക്ഷേ ഒരു ഓവറോൾ
ഒരു കുഞ്ഞു റൂമാണ്. ആൻഡ് എല്ലാത്തിൻ്റെ ഉപമേ ഫുഡിൻ്റെ റേറ്റാണ്. എല്ലാം ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം അതാണ് പ്രശ്നം. നമുക്ക് ടൗണിൽ നിന്ന് ഇതുവരെ ഇത്തിരി ദൂരം കൂടുതലാണ് നമുക്കപ്പം. നമുക്ക് ഏതൊരു നമുക്ക് ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകണമെങ്കിലും ഇച്ചിരി ഒന്ന് ഇത്തിരി ദൂരം പോകേണ്ടി വരും. ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷനൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ വഴി ഇതൊക്കെ അടിപൊളിയാണ്. നാളെ ഇപ്പം നമ്മുടെ പ്ലാൻ നമ്മൾ പോകേണ്ട ലൊക്കേഷൻസ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ടൗണിൽ പോയിട്ട് അങ്ങനെ പോകാമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. റൈഡിങ് ജാക്കറ്റ് ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ റൈഡിങ് ജാക്കറ്റ് മാറ്റി വേറെ നമ്മൾ നോർമൽ ജാക്കറ്റ് സെറ്റ് ചെയ്ക്കുന്നത്. ഇതില്ലാണ്ട് കയറിയിരിക്കുമ്പോൾ ഭയങ്കര ബോഡി ഫുൾ ലൈറ്റായ പോലത്തെ ഫീല്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറിയായിരുന്നു. ഇപ്പോഴും ചെറുതായി ചാറുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം 15 to 16 ഡിഗ്രീസാണ് നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്നത്. രാത്രി 10 ഡിഗ്രീസ് വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. കഫേ തപ്പി വന്നതാണ്. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ വേറെ കഫേ മാപ്പ് സെറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ ഫുൾ ഓഫ് റോഡാണ്. ഊട്ടി വന്നിപ്പോൾ നമ്മൾ ഓഫ് റോഡിങ് ആണ് ഫുള്ള്. പക്ഷെ അടിപൊളി റൂട്ടല്ലേ. സമയം ഇപ്പോൾ വൈകിട്ട് 6:30. ആ സമയത്ത് നമ്മൾ ഈ ഓഫ് റോഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതായിരുന്നു നമ്മൾ വന്ന വഴി. സാഡ്ലിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴിയുടെ വെയിറ്റ് ഒന്നും വണ്ടീനെ എഫക്റ്റ് ചെയ്യത്തില്ല. നമ്മളിരിക്കുമ്പോഴേക്കും നമ്മുടെ വെയിറ്റ് പ്ലസ് ഇതിൻ്റെയും കൂടെ അബ്സോർബ് ചെയ്യണ്ടേ, ആ ഒരു ഇത് പോകത്തില്ല. ഇവിടെ ഇരുന്ന് പോവാം, ഇറക്കാറുണ്ട്. ചരള കണ്ട നമ്മൾ ബ്രേക്ക് ഔട്ടരുത്, ചവിട്ടിയാൽ പണി പാളിപ്പോവും. ഈ കണ്ടിലെ കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന. പിന്നെ കഴിയുന്നതും ഇപ്പോൾ ഡിസ്റ്റൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് അവൻ്റെ അടുത്തായിരുന്നു, അതുകൊണ്ടൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് പോവാം. എങ്ങാനും അവൻ സഡൻ പിടിച്ച് നമ്മൾ സഡൻ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ചെന്നിടിക്കും. ഒരു വഴിതെറ്റി പോയതാണ് നമ്മൾ ഇത്രയും ആയത്. തിരിച്ച് റോഡിലോട്ട് ഇറങ്ങി. എന്തിനാണ് ഇത്രയും ദൂരം പെട്രോൾ കളഞ്ഞ് വന്നത്? പക്ഷെ സാരമില്ല, നമ്മൾ അത് വിചാരിക്കാൻ പകരം നല്ലൊരു ഓഫ് റോഡ് കിട്ടി, ആ രീതിയിൽ അങ്ങ് ഇരിക്കാം.
നേരെ ഇരുട്ടി തുടങ്ങി. ഈ പന്ന റോഡ് കൂടെ പോയിട്ട് നല്ലൊരു റോഡിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അടച്ചേക്കും അത്. നമ്മളിവിടെ ഒരു ഹൈഗ്രോ എന്ന് പറഞ്ഞൊരു കഫേ തപ്പി വന്നേ, അതും അവിടെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഒരെണ്ണം നോക്കി വെച്ചിരിക്കുകയാണ്, അവിടെ പോയി നോക്കട്ടെ. പെട്രോള് ഇപ്പം ഹാഫ് ടാങ്കാണുള്ളത്. നാളെ എന്തായാലും പെട്രോൾ അടിക്കേണ്ടി വരും. ഇവിടെ ഒന്നും നമ്മൾ XP കണ്ടില്ല, അപ്പം നോർമൽ പെട്രോളിനെ അടിക്കേണ്ടി വരും. ഇവിടെ നോർമൽ പെട്രോളിന് 101 രൂപയേ ഉള്ളൂ. നമ്മൾ ഫൈൻഡ് ഒരു കഫേ കണ്ടുപിടിച്ചു, ഇതാണ്. തപ്പി വന്നതാ. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ: മോമോസ്, പാസ്ത, പിസ്സ, ഹോട്ട് ആൻഡ് സോസ് ചിക്കൻ സൂപ്പ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഫേ, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ഫുഡിൻ്റെ ടേസ്റ്റ് കൊള്ളാം. ഇപ്പോൾ സമയം 7:45. നമ്മളിവിടെ നിന്ന് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇത്തവണ നമ്മൾ ഇത്തിരി കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചു. പക്ഷെ പറയാനില്ല, നല്ല ഒരു കഫേയാണ്. 4.9/5 എന്തായാലും കൊടുക്കും. നല്ല ഫുഡാണ്, നല്ല സർവീസാണ്, കുഴപ്പമില്ലാത്ത റേറ്റ്സുമാണ്. ഇനിയാണ് അടുത്തൊരു നമുക്ക് അടിപൊളി ചാലഞ്ച്. സമയം ഇവിടെ നേരെ ഇരുട്ടി. ഇനി എവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാണുമോ ഇല്ലെന്ന് അറിയത്തില്ല. ടെമ്പറേച്ചർ ഞാൻ ഫോണിലുണ്ട് 13 ഡിഗ്രീസാണ്, 13. അവിടെ ഇപ്പോൾ 13 ഡിഗ്രീസാണ് കാണിക്കുന്നത്. നമ്മൾ ജാക്കറ്റും ഗ്ലൗസും എല്ലാം റെഡിയായി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴേ തണുക്കുന്നു. നമ്മുടെ ബൈക്കിലിപ്പോൾ ഹാഫ് ടാങ്ക് പെട്രോളുണ്ട്. നാളെ ഇനി വരുന്ന സമയത്ത് ഫുൾ ടാങ്ക് അടിക്കാം. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, എൻ്റെ കൈയൊക്കെ തണുക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഊട്ടിയിൽ ഈ തണുപ്പത്ത് നൈറ്റ് റൈഡ്. നമ്മളെ റൂം വരെ 8.3 കിലോമീറ്റേഴ്സ്, 16 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഈ ഫോഗ് ലൈറ്റ്സ്. അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് കയറി വന്നവർ നമുക്കല്ലെങ്കിൽ അറിയത്തില്ല.
ഇവിടെയൊക്കെ ഈ ഫോഗ് ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റ്സ് മാത്രം വെച്ച് ഇവിടെ കുറച്ച് ഓഫ് റോഡ്. ഈ ബൈക്കിൽ ഈ ഹെഡ്ലൈറ്റ്സും ഈ ഫോഗ് ലൈറ്റും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യം ചോർന്നു പോകാതിരുന്നത്. കാരണം നമ്മൾ വന്നത് ഒരു ഫോറസ്റ്റ് റിസർവ് ഏരിയ കൂടിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ടോട്ടൽ നമ്മൾ ഓടിയത് 204.2 കിലോമീറ്റേഴ്സാണ് ഇന്നൊരു ദിവസം നമ്മൾ ഓടിയത്. ആൻഡ് ടോട്ടൽ ട്രിപ്പ് ഇതുവരെ നമുക്കായത് 827.8 കിലോമീറ്റേഴ്സാണ്. ഓക്കെ, ഇനി റൂമിൽ എത്തിരി കാണാം. ബൈ ബൈ. ഇപ്പോൾ സമയം 8:30 തിരിച്ച് റൂമിലെല്ലാം വന്ന് ഇന്നത്തെ ദിവസം ഫുൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ട്രാവൽ ഡിസ്റ്റൻസ് പറയാം, പക്ഷേ നമ്മൾ വന്ന റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഈവൻ ഇന്ന് രാത്രി നൈറ്റ് റൈഡ് ഫുൾ സെറ്റ് ആയിരുന്നു. നൈറ്റ് റൈഡ് 390 ഇനി വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ് അത്യാവശ്യമായിട്ടുള്ള. ഈവൻ എൻ്റെ ബൈക്കിൽ എനിക്ക് ഫോഗ് ലൈറ്റ് മാറ്റാൻ പ്ലാൻസ് ഉണ്ട്. പ്രോബ്ലി ഇവൻ്റെ ബൈക്കിൽ വയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ ഫോഗ് ലൈറ്റ് വേറെ വയ്ക്കുമായിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ അടുത്തൊരു ഡേ ആയിട്ട് കാണാം.